കാരണം മക്കളെ തന്നെ കുറ്റപ്പെടുത്തരുത് കേട്ടോ. മക്കളെ മാത്രം കുറ്റപ്പെടുത്തരുത്. പ്രാർത്ഥിക്കുന്ന ഒരമ്മയ്ക്ക് പ്രാർത്ഥിക്കാത്തൊരു മകനുണ്ടാകുമോ എന്നൊന്നും എനിക്കറിയില്ല. ഞാനിവിടെ നിൽക്കുന്നെങ്കിൽ പ്രാർത്ഥിക്കുന്നൊരമ്മ എനിക്കുണ്ടായിരുന്നു എന്ന് പറയുവാൻ, ഈ പരിശുദ്ധ മൃദുവായ സാക്ഷി നിർത്തി പറയുവാൻ എനിക്ക് മടിയില്ല. കഷ്ടതകളും പ്രയാസങ്ങളും ദുഃഖങ്ങളും ദുരിതങ്ങളുമൊക്കെ ഉണ്ടെങ്കിലും പ്രാർത്ഥിക്കുന്നൊരമ്മ, അവരെ മറന്നിട്ട് ഞാൻ ഈ മധുവായുടെ മുന്നിൽ നിന്ന് പോകുന്നത് ശരിയല്ലല്ലോ. അപ്പം അമ്മമാരുടെ പ്രാർത്ഥന ഓർമ്മപ്പെടുത്തുകയാണ്. അപ്പം ഈ ശതാധിപൻ, നിങ്ങൾക്കറിയാം, എത്രയോ പ്രാവശ്യം കേട്ടതാണ്. അവൻ കവർന്ന ഭൂമിയിലെത്തിയപ്പോൾ ഒരു ശതാധിപൻ വന്നവനോട്, കർത്താവേ, എൻ്റെ ബാല്യക്കാരൻ പക്ഷപാതം പിടിച്ച് കഠിനമായി വേദനപ്പെട്ട് വീട്ടിൽ കിടക്കുന്നു എന്നപേക്ഷിച്ചു. അവൻ അവനോട്, ഞാൻ വന്നവനെ സുഖമാക്കാമെന്ന് പറഞ്ഞു. അതിന് ശതാധിപൻ, എൻ്റെ കുറിവാക്യം ഇതാ, കർത്താവ്